அடி ராக்கு என் மூக்கு என் கண்ணு என் பல்லு என் ராஜாயி. அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. அடி என்னடி ராக்கு அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. சொத்தை அடி ராக்கம்மா கொத்தோடு முத்து தரவோ. அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. சிறு கொண்டாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. சிங்கார மதுரைய வெள்ளையம்மா கதி தினம் தினம் நடக்குதடி. சிங்கார மதுரைய வெள்ளையம்மா கதி தினம் தினம் நடக்குதடி. அடிதப்பாவ நான் உன்னை சிறையெடுப்பேன் ஒன்று ரெண்டாக இருக்கட்டுமே. என் கண்ணு என் மூக்கு என் பல்லு என் ராஜாயே கல்யாண வைபோகமே. அட பிப்பி பி டுன் டுன் டும் பிப்பி பி டுன் டுன் டும் பிப்பி பி டுன் 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 டும். அட பிப்பி பி பிப்பி பி பிப்பி பி டுன் டுன் டும் பிப்பி பி டுன் 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 டும். അടിപൊളി പെർഫോമൻസ്. നല്ല സോങ് സെലക്ഷൻ, നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. പാട്ടിന് അധികം പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ അവൻ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്ത് സൂപ്പർ ആയിരുന്നു. അടിപൊളി. ആ ലുക്കിലൊക്കെ വന്നു. പക്ഷെ ഇത് ട്വിസ്റ്റ് ആയിരുന്നു. വല്ലാത്തൊരു ട്വിസ്റ്റ്. അതെ, ഞാൻ വിചാരിച്ചു അതിന്റെ പുറകിൽ ഞാനെങ്ങാനും ആയിരിക്കും. പക്ഷേ ഞെട്ടിച്ചു. അല്ല, കോമഡി അറിയാവോ? അത് തിരിച്ചെറിഞ്ഞ വേണിച്ചിട്ട് നല്ല സുന്ദരിയായ ഒരു പെണ്ണ്. മനസ്സിലായില്ല ചേച്ചിയാന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിക്കാം. നിത്യ ചേച്ചി, മോനെ സൂപ്പർ വരെ ഡാൻസ് ചെയ്തു. പാട്ടും രണ്ടും ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. സ്റ്റേജിൽ കിതപ്പും അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് താഴെ ഒരു സ്റ്റെപ്പ് കിടന്നുകൊണ്ടൊരു സ്റ്റെപ്പ് ചെയ്തില്ലേ, അതെന്തായിരുന്നത്? അത് പാമ്പ്. അത് ഷർച്ചർ ഇങ്ങനെ അതൊന്നുകൂടെ കാണിച്ചാടാ. അവിടെ വല്ല ഊരി പോവെങ്കിൽ വേണ്ട. റിവേഴ്സ് നീന്തൽ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. മോന് പറഞ്ഞ പോലെ പാറുക്കുട്ടി പറഞ്ഞു പാട്ടില് വലിയ
പക്ഷെ ഒരു ടഫ് സോങ് ആണ് കേട്ടോ ഈ പാടാൻ. ഫാസ്റ്റ് സോങ് ആണെങ്കിൽ പോലും ഇച്ചിരി ടഫാണ്. പിന്നെ ഇത് ആരുടെ മ്യൂസിക്കാണ്? MS വിശ്വനാഥൻ സാറിന്റെ. വിശ്വനാഥ് സാറിൻ്റെ എത്രയോ പാട്ടിലുണ്ട്. അതിൽ ജസ്റ്റ് ഒരു വൺ ഓഫ് ഹിസ് ജെംസ് ഒരു പാട്ട്. ഒരു പാട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു നല്ല ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ ഡാൻസായിരുന്നു ഹൈലൈറ്റ് കേട്ടോ. ഇനി ഇതുപോലെ സൂപ്പർബായിട്ട് എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. എന്തായാലും തിരിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നിത്യ ചേച്ചിയാണ് ഇതിന്റെ അകത്തുനിന്നുള്ളത്. നേരിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചേച്ചിനെ നോക്കി, ഇനി ഫോട്ടോ വേണ്ട നമുക്ക്. നിത്യ ചേച്ചിനെ അവിടെ നേരിട്ട് നടന്നു പോയി പാടിയിട്ടൊക്കെ. വേണമെങ്കിൽ എഴുന്നേറ്റ് ഡാൻസ് കളിക്കാട്ടോ നിത്യ ചേച്ചി. ഓ റെഡി? കലക്കി തകർക്ക്. കം ഓൺ. அடி என்னடி ராக்கு, அடி என்னடி ரக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி. சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. പിന്നെ അവനിനി മാർക്കും വേണ്ട, ഒന്നും വേണ്ട, വീട്ടിൽ പോണോന്ന്, അമ്മയെ കാണണമെന്ന്. അമ്മയെ കണ്ടൊരു കാര്യം പറയണ്ടത്. ഹാപ്പി ആയോടാ? വെരി ഹാപ്പി. ഫോട്ടോ കണ്ട ആളെ അത്ര അടുത്തുണ്ടപ്പോ എന്ത് തോന്നി? മഹാബോറായിട്ട് തോന്നിയല്ലേ മക്കളെ? പിന്നെ കൊള്ളാവോ? നല്ല സുന്ദരിയാ. ഓക്കെ ഓക്കെ മേടിച്ചേട്ടാ. എന്തോ സാർ? അടിച്ച് പൊളിച്ചാച്ച്. താങ്ക് യു സാർ. സൂപ്പർ. താങ്ക് യു സാർ. നന്നായി പാടി. നല്ല എനർജറ്റിക്. വെരി ഗുഡ്. താങ്ക് യു സാർ. ഒരു കാര്യം, TMS അല്ലേ പാടിയത്? TM സൗന്ദരരാജൻ. സാർ അദ്ദേഹം ഒരു സൗരാഷ്ട്രീയൻ ആണ്, തമിഴല്ല. പക്ഷേ തമിഴ് ഡിക്ഷൻ, പ്രൊണൗൺസിയേഷൻ ഇത്രയും കൃത്യമായി പഠിപ്പിച്ചൊരു ഗായകനല്ല. അതാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഒരു അഡൽട്ട് വോയിസ്, ആ TMSന്റെ ഒരു കൊഞ്ചല്, ഒരു തമിഴ് ലിസ്പിംഗ്, അത് നിങ്ങെടുത്തു. ആ ഒരു ഒറിജിനൽ. താങ്ക് യു സാർ. ഇറ്റ് വാസ് ഗുഡ്. നന്നായിരുന്നു മോനെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരത് സാർ. മക്കളെ, എന്തോ സാർ? നല്ലൊരു ഗുമ്മുള്ള പാട്ടടാ ഇത്. ഏത് ഗാനമേള എന്നല്ല, എവിടെ പോയി എന്ന് പാടിയാലും ഇതങ്ങ് കേൾക്കും. അത് അങ്ങനെ ഒരു എനർജി ഉള്ള പാട്ടാണ്. അത് പ്രത്യേകിച്ച് MSV സാർ, അദ്ദേഹത്തെ പോലൊരു കമ്പോസർ നമുക്ക് ഇന്ത്യ കൊണ്ടെന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെയ്ത പുണ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാളാണ് രാജാ സാർ. രാജാ സാർ ഒരു സ്റ്റേജിൽ പറഞ്ഞതാണ്, MSV സാറുണ്ടപ്പോൾ, സാറിൻ്റെ എച്ചില് പെറുക്കി തിന്ന് ജീവിക്കുന്നവരാ ഞങ്ങളെന്ന്. അപ്പോൾ MSV സാറിന് അത് ഭയങ്കര വിഷമമായെന്ന് പറയും. ഇല്ല അണ്ണാ, ഉണ്മ എന്ന് രാജാ സാർ പിന്നെ അത് പറഞ്ഞു. അത്രയും മഹാനായിട്ടുള്ള ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ എന്തുമാത്രം ഗ്രേറ്റ് ആയിരിക്കും ആ കമ്പോസർ എന്ന് ആലോചിച്ചാൽ മതി. അദ്ദേഹം ചെയ്ത പോലെ പാട്ടുകളൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാനേ പറ്റത്തില്ല. ഒരു നിവൃത്തിയില്ലാത്ത കുറേ പാട്ടുകൾ, അതൊക്കെ കേൾക്കണം നിങ്ങൾ. നമ്മുടെ മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് മക്കളെ. അത് ഇവിടെ മലയാളത്തിനേക്കാളും കൂടുതൽ അദ്ദേഹം ചെയ്തേക്കുന്ന തമിഴാണ്. ഓരോ പാട്ടുകളും നമുക്ക് ആഹാ, അത് നമ്മളെ നെഞ്ചു പൊട്ടിപ്പോകുന്ന കുറേ പാട്ടുകൾ. അത് സുശീലാമ്മ പാടിയത്, സൗന്ദരരാജൻ സാർ പാടിയത്, ഇവർ രണ്ടുപേരും. ഇരവും നീലവും വളരട്ടുമേ
நம் இனிமை நினைவுகள் தொடரட்டுமே, இரவும் நிலவும் വളരട്ടുമേ. അപ്പം മക്കളെ, MS വിശ്വനാഥൻ, അത് മക്കൾ കേൾക്കണം. MSV നമ്മളെല്ലാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന, നമ്മൾ MSV എന്നുള്ളത് തമിഴ്നാട്ടിൽ മഹാസംഗീത വിദ്വാൻ എന്നാണ് നമ്മൾ ചുരുക്കി പറയുമ്പോൾ അതാണ് MS വിശ്വനാഥൻ. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, അറിയാമോ? മലയാളിയാണ് കേട്ടോ. മക്കളെ, ചക്കരെ എന്താ സർ? സൂപ്പറായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഈ താഴൊക്കെ അവിടോട്ട് കുത്തിയിരിക്കാനായിട്ട് കുറച്ച് ലേറ്റായോ? അത് എന്തൊക്കെ ആലോചിച്ചോണ്ട് വന്നോ നീ? ഒരു മ്യൂസിക്കലി സിങ്ക് അല്ലായിരുന്നു താഴെ വീണ് കിടന്ന് ഉരുണ്ടത്. അത് കുറച്ച് നേരം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, എങ്കിലും കൊള്ളാം, സംഭവം കൊള്ളാം. അവസാനമൊക്കെ ആകുമ്പോൾ കൊച്ചങ്ങ് കിതച്ച് കുറച്ച്, പക്ഷെ അത് അറിയിക്കാതെ അവനങ്ങ് അടിച്ച് റഖമ്മൊക്കെ ആയി അവസാനം. പക്ഷെ എങ്കിലും മൊത്തത്തിൽ മോനെ നല്ല ഒരു, അത് സൗന്ദരായൻ സാർ എങ്ങനെ പാടിയേക്കുന്നു, അസാധ്യമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മോനെ, ഒരു ഗുമ്മുണ്ടായിരുന്നു ഉറപ്പായിട്ട് കേട്ടോ. അതിപ്പോൾ ഇതിൽ കൂടുതൽ ഡാൻസ് ചെയ്താൽ ഞാൻ പറയത്തില്ല മോനെ, അത് നീ ക്ഷീണിക്കും. അതിപ്പം തന്നെ ഒന്നാം നിനക്ക് വയറൊന്നും ഇല്ലല്ലോ, അല്ലേ? വേണ്ട മക്കളെ, ഇത് കുറയ്ക്കാൻ വലിയ പാടാണ് കേട്ടോ. ശ്രമിച്ചാലോ? വേണ്ട, ഞാൻ ശ്രമിച്ചതാ, നടന്നില്ല അല്ലേ? ഞാൻ നടക്കാൻ പ്ലാൻ ചെയ്ത് വേണിച്ചേട്ടാ. ഈ വാക്കിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോഴേ നിത്യ, ഇതിന്റെ ഈ ഷൂ മേടിക്കല്, സോക്സ്, അതിന്റെ ട്രാക്ക് പാൻറ്, മറ്റേത്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കുറെ 10-25,000 രൂപയ്ക്ക് അങ്ങ് വാങ്ങിക്കും ആദ്യം. പിന്നെ അടുത്ത ദിവസം രാവിലെ വാക്കിംഗ് നടന്നു പോയി ചുറ്റിക്ക. ഞാനും എൻ്റെ മാനേജറാണ് വിനു, എന്നാലും ചിത്ര ചേച്ചിയുടെ അവനാണ് ഓളിനാൾ, വിനു ശേഖർ, നമ്മൾ റെക്കോർഡിങ് ചെയ്യണം. ഞങ്ങൾ പോകുമ്പോൾ നടന്നിങ്ങനെ കുറേ ദൂരം നടന്ന് ക്ഷീണിക്കും. തളർന്നു വരുമ്പോൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ നല്ല വട ഫ്രഷായിട്ട്. അപ്പൊ അവിടെ നിന്നിട്ട് 4 വട 2 ചായ കുടിച്ചിട്ട് പോകും. ഒരു 10 ദിവസം കഴിഞ്ഞ് വെയിറ്റ് നോക്കിയപ്പോഴേ കൂടുതല് 12 കിലോ കൂടിയേക്കുന്നു. അതോടെ നിർത്തി, വേണ്ട കൂടി ഇരിക്കട്ടെ. ഇല്ല, അതൊക്കെ വാക്കിങ് പോയ കാര്യം മക്കൾ. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ മോനെ. നമ്മൾ ഷേപ്പിനെ പറ്റി ഒന്നും പറയത്തില്ല, പക്ഷേ ഹെൽത്തി ആവണം. നമ്മൾ എപ്പോഴും ആരോഗ്യവാനായിട്ടിരിക്കുക. നോയற்ற വാഴ്വേ കുറവற்ற സെൽവം. നമ്മുടെ ഏറ്റവും വലിയ സെൽവം എന്ന് പറഞ്ഞ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖമില്ലാത്തൊരു ശരീരമാണ്. അത് നോക്കിക്കൊണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ മെബു, എന്താ മാർക്സ് ചോദിക്കാം? വേണു ചേട്ടാ. മൊബിൻ, എന്താ സർ? എന്റെ മാർക്ക് 8.25. താങ്ക് യു സർ. സമയമൊക്കെ പറയുന്ന സ്കൂൾ വണ്ടി വന്നടാ, 8.25. വേണിച്ചേട്ടാ 8.75. ഓക്കെ ശരത് സർ. മക്കളെ, എന്താ സർ? എനിക്ക് മുക്കാലും അരയൊന്നും ഇല്ലടാ. 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി വിട്ടോ? പിന്നെ ഇന്നലെ എഴുതിയിട്ടിരിക്കുക. ഓക്കെ, സോ 17.65. ഓക്കെ.